നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കേരളത്തിൽ സാധാരണ കേൾക്കാത്തതാണ് ഭൂചലനം എന്നുള്ളത്. ഇന്നലെ പാലക്കാട്ടും തൃശ്ശൂരും അടക്കം ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പല പഞ്ചായത്തുകളിലും സമാനമായി തന്നെ അതേ സ്ഥലങ്ങളിൽ ഇന്നും ചെറിയ പ്രകമ്പനങ്ങൾ രാവിലെ അനുഭവപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. പക്ഷേ പേടിക്കേണ്ടതായി ഒന്നുമില്ല, നാശനഷ്ടങ്ങളോ മറ്റ് സംഭവങ്ങളോ ഒന്നുമില്ല. പക്ഷേ ജനത്തിന് ഭൂചലനം വളരെ കൃത്യമായി തന്നെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മുടെ ഈ ഭൂചലനം എന്ന വാർത്ത നമ്മുടെ കേരളത്തിലും ഉണ്ടാകുന്നു എന്നത് ഗൗരവമേറിയ സംഗതിയായി ജിയോളജിസ്റ്റുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് വിശദമായ വാർത്ത കാണും. ഒപ്പം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ, സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് CPIയുടെ ജില്ലാ കൗൺസിലിൽ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന വളരെ പ്രധാനപ്പെട്ട വിമർശനം ഉയർന്ന പശ്ചാത്തലമുണ്ട്. നിരവധി കാരണങ്ങൾ പരാജയവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നുണ്ട്. CPIഎമ്മിന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. കേന്ദ്ര നേതൃത്വം കേരളത്തിലെ പരാജയത്തിൽ ഗൗരവതരമായി ഇടപെടും എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഒപ്പം കുവൈറ്റിൽ ദുരന്തത്തിൽ മരിച്ച ആളുകളിൽ ചിലരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉണ്ടാകും എന്നുള്ള വിവരമാണ്. കോട്ടയത്ത് സ്വദേശികളും മറ്റുമാണ് ഇന്ന് അവരുടെ മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുക. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്കാദ്യം ഞാൻ പറഞ്ഞ ആ ഭൂചലനത്തിൻ്റെ വാർത്തയിലേക്ക് ഒന്ന് പോകാം. അത് തൃശ്ശൂരും പാലക്കാട്ടുമാണ് പുലർച്ചെ ഭൂചലനം വീണ്ടും ഉണ്ടായത്. പുലർച്ചെ 3:56 ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തൃത്താല, ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. സെക്കൻഡുകൾ മാത്രമായിരുന്നു പ്രകമ്പനത്തിൻ്റെ ദൈർഘ്യം. കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, വേലൂർ മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ഇന്നലെ ഈ സമയത്ത് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ടത്. ഈ സ്ഥലങ്ങളിൽ തന്നെയാണോ ഉണ്ടായിരിക്കുന്നത്? മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉണ്ടായിരിക്കുന്ന അതേ പ്രദേശങ്ങളിൽ തന്നെയാണ്. അതിന്റെ കുറച്ച് കുറവാണ്. ഇന്നലെ ഉണ്ടായിരിക്കുന്ന അത്ര പ്രദേശങ്ങളില്ല. അതിന്റെ ആ ഭാഗങ്ങളിൽ തന്നെയാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 3:56 വളരെ തീവ്രത കുറഞ്ഞ ഭൂചലനം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇന്നലെയും ഇതുപോലെ തന്നെ ഇന്നലെ 8:15 ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് പുലർച്ചെയാണ്. ഈ ദേശമംഗലം ഭാഗങ്ങളിൽ മുമ്പും ഇതുപോലെ തന്നെ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഭൂചലനത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് എന്നൊക്കെ വിദഗ്ധർ ഇത് സംബന്ധിച്ച് വിലയിരുത്തിയതും കൂടിയാണ്. ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത് ആനക്കര, കപ്പൂർ, തിരുമറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണ് ഭൂചലനം അനുഭവപ്പെട്ടത് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും ഇത് തൃശ്ശൂരുമായി അതിരിടുന്ന പ്രദേശമാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളാണ്. ഇന്നലെ ഇതുപോലെ തന്നെ കുന്നംകുളം ഭാഗത്ത്, അതുപോലെ തന്നെ ചൊവ്വല്ലൂർ ഭാഗത്ത്, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിലെല്ലാം തന്നെ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കൂറ്റനാടിന്റെ ചില ഭാഗങ്ങൾ ഇന്നും ഏകദേശം ആ ഒരു പ്രദേശം തന്നെയാണ് ഇത്. ഈ തൃശ്ശൂരുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ തന്നെയാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആളുകൾ ഇപ്പോൾ ഒരു പരിഭ്രാന്തരായിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ ഭൂചലനത്തിനിടയിൽ ഷെൽഫിലുണ്ടായിരുന്ന പാത്രങ്ങളും മറ്റും താഴോട്ട് വീഴുന്ന സംഭവം ഉണ്ടായി. ഭൂമിക്ക് അടിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടതായും ഉൾപ്പെടെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആളുകൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല രാവിലെ പകലത്തെ പോലെ. എങ്കിൽ പോലും ഭൂചലനം അനുഭവപ്പെട്ടതായി ആളുകൾ പറയുന്നു. നമുക്ക് ഈ ചില ദൃശ്യങ്ങളിലൊക്കെ വീടുകളിൽ ചില വിള്ളലുകൾ കണ്ടതായി ഒക്കെയുള്ള ചില വിവരങ്ങളുണ്ട്. ഈ കാര്യമായ നാശനഷ്ടങ്ങൾ, ആളുകൾ ഭയചകിതരായി എന്ന് സ്വാഭാവികമാണ്. അതിനപ്പുറത്തുള്ള കാര്യമായ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് ഇന്നലെ ഈ വിദഗ്ധരൊക്കെ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചു എന്നും വ്യക്തമാകുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും മറ്റും എത്തിയവർ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ടോ വിനേഷ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രഞ്ജിത്ത്, ഇവിടെ ഈ ദേശമംഗലം, അതുപോലെ തന്നെ ഈ ആനക്കര, ഈ പ്രദേശങ്ങൾ ഭൂചലന സാധ്യതയുള്ള പ്രദേശമാണെന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെയുണ്ട്. വിദഗ്ധ സംഘം ഇവിടെ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ സാധാരണ ഒരു വലിയ ഇന്നലെ ഉണ്ടായിരിക്കുന്ന റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിട്ടുള്ളത് തീവ്രത. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചലനം മാത്രമാണ്. അത് കാര്യമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഇപ്പൊ എന്തായാലും ഇതിന്റെ ഒരു വിദഗ്ധ പഠനം ഉണ്ടാവും. ഇന്നലെ യഥാർത്ഥത്തിൽ ഇതിന്റെ ജിയോളജി വിഭാഗവും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും എല്ലാം സംയുക്തമായുള്ള ഒരു സംഘമാണ് ഇന്നലെ ഇവിടെ എത്തി പരിശോധന നടത്തിയത്. അതിൽ കൂടുതൽ വിദഗ്ധ സംഘം പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഈ പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിൽ ആ ഭാഗങ്ങൾ, ദേശമംഗലം, തിരുമറ്റക്കോട് ഭാഗങ്ങളിലെല്ലാം തന്നെ മുമ്പും ഇതുപോലെ തന്നെ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യമാക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അധികൃതർ. എന്തായാലും ആളുകൾ പരിഭ്രാന്തരാണ്. ആളുകൾക്കിടയിൽ ഭീതിയുണ്ട്. പക്ഷേ നിലവിൽ ഇതിൽ ആളുകൾ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്
അധികൃതർ പറയുന്നത്. എന്തായാലും ഇന്നലെയും ഇന്നും തുടർച്ചയായി ഉണ്ടായ ആ ഒരു ഭൂചലനം യഥാർത്ഥത്തിൽ ആളുകളിൽ വലിയ തോതിൽ തന്നെ ഭീതി നിറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ഈ പഞ്ചായത്തും മറ്റ് അധികൃതരുമൊക്കെ ജനങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥ ഇനി എപ്പോൾ ആണെങ്കിലും സംഭവിക്കാമെന്നൊരു പ്രശ്നം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണമല്ലോ. പ്രത്യേകിച്ചും ഈ വെളുപ്പിന് സമയത്തൊക്കെയാണ് ഭൂചലനം ഉണ്ടാകുന്നത്. ഈ തുടർച്ചയായ ഭൂചലനങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ നൽകണമല്ലോ. അത്തരം എന്തെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? കാരണം അസ്വാഭാവികമാണ്, നമുക്ക് അത്ര പരിചിതമില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ ജാഗ്രത വേണ്ടി വരും, കൂടുതൽ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അത്തരം എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? എന്തായാലും ഇനി അതിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ സാധാരണ ഒരു ഭൂചലനം എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ കണ്ടിരുന്നത്. ഇപ്പൊ തുടർച്ചയായി 2ാം ദിവസവും കൂടി അതേ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ തുടർ നടപടി എന്താണ് എന്നുള്ളത് തന്നെയായിരിക്കും അധികൃതർ ആലോചിക്കുക. കാരണം അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിൽ ആളുകളെ മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത്രത്തോളം തീവ്രതയുള്ള ഭൂചലനങ്ങളോ മറ്റോ ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ ശാസ്ത്രീയമായ പരിശോധനകളും പഠനങ്ങളും ആവശ്യമാണിതിൽ. അപ്പൊ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഇതുവരെയും അത്തരത്തിൽ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ സാധാരണ നിലയിൽ പരിശോധന നടത്തി പോവുക മാത്രമാണ് ഈ സംഘം ചെയ്തിട്ടുള്ളത്. അതായത് ഈ ജിയോളജി വിഭാഗം ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇന്നും തുടർച്ചയായി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ വീണ്ടും മറ്റേതെങ്കിലും രീതിയിലുള്ള വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ, സാധാരണ നമുക്കറിയാം ഈ ഭൗമശാസ്ത്ര വിദഗ്ധ സംഘമാണ് എത്താറുള്ളത്. അത്തരത്തിലുള്ള സംഘം എത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും അത് സംബന്ധിച്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. പാലക്കാട്, തൃശൂർ മേഖലകളിലാണ് ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഭൂചലനം ഇന്നലെയും ഇന്നുമായി അനുഭവപ്പെടുന്നത്. ഇന്നലെ സമാനമായി തന്നെ ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും പുലർച്ചെ 3:56 തൃത്താല, ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിലാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത് എന്നത് പ്രധാനമാണ്. തൃശ്ശൂരിലാകട്ടെ കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, വേലൂർ മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുലർച്ചെ 3:56 ഈ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വിനേഷ്, ഈ പുലർച്ചെയാണ് ഇന്നലെയും ഉണ്ടായത്, ഇന്നും സമാനമായി തന്നെ ഭൂചലനം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഭീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി? നമ്മൾ സാധാരണ ഈ ഭൂചലനമൊക്കെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ദൃശ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വീടുകളും റോഡുകളും സ്ഥലങ്ങളുമൊക്കെ ഇങ്ങനെ വല്ലാതെ പ്രകമ്പനം കൊള്ളുക, അങ്ങനെയല്ലല്ലോ അല്ലേ? ഇതിനൊരു ചെറിയ തരത്തിലുള്ള പ്രകമ്പനം മാത്രമാകുമ്പോൾ ചിലപ്പോൾ ഇത് അനുഭവപ്പെടാത്ത അല്ലെങ്കിൽ അറിയാത്ത പ്രദേശങ്ങളും ഉണ്ടാകുമല്ലോ ഈ ഭൂചലനം സംഭവിച്ചാൽ തന്നെ. രഞ്ജിത്ത്, ഇന്നലെ 8:15 രാവിലെ. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഇന്ന് നടന്നത് പുലർച്ചെയാണ്. പുലർച്ചെ 3:56 ഇന്നലെ ഭൂമിക്ക് അടിയിൽ നിന്ന് വലിയ ഒരു ശബ്ദമുണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് പുലർച്ചെ ആയതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ ആളുകൾ, കാരണം സാധാരണ നമുക്കറിയാം ആ സമയങ്ങളിലെല്ലാം തന്നെ നല്ല ഉറക്കത്തിന്റെ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം അങ്ങ് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഷെൽഫിലും മറ്റും വെച്ച പാത്രങ്ങളൊക്കെ ഇങ്ങനെ ശബ്ദം, ചെറിയ ഒരു വിറയൽ അനുഭവപ്പെട്ടു. അതിനൊരു വിറയൽ, നമുക്ക് സാധാരണ വിറയലിന്റെ ഒരു ശബ്ദം ഉണ്ടാവില്ല, ആ ശബ്ദം അനുഭവപ്പെട്ടു. ഇന്നലെ അത് തന്നെയായിരുന്നു സാഹചര്യം. അപ്പൊ അത് കണ്ട ആളുകൾ, ആ വിറയൽ കണ്ടതും ആളുകൾക്ക് സംഭവം മനസ്സിലായി, ഭൂചലനമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഒരു പ്രഭാവ കേന്ദ്രം കൂടിയാണ് ഈ ദേശമംഗലം, അതുപോലെ തന്നെ ആനക്കര, ഈ പഞ്ചായത്തുകളിലെ ചില ഭാഗങ്ങൾ എന്നുള്ളതാണ്. കാരണം മുമ്പും ഇവിടെ പലതവണ ഇത്തരത്തിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ആളുകൾക്ക് ഇത് കൃത്യമായി തന്നെ അറിയാം. എന്നാലും ആ ഒരു വിറയൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്നലത്തെ സാഹചര്യത്തിൽ ഇന്നലെ ഭൂമിക്കടിയിൽ നിന്ന് ഒരു പ്രത്യേകതരം ശബ്ദവും പ്രകമ്പനവും ഉണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത്. അത് ഇന്ന് പുലർച്ചെ ഉണ്ടായതിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പൊ എന്തായാലും ആ ഒരു അവസ്ഥ മാത്രമാണ് ഉള്ളത്. എന്തായാലും പാത്രങ്ങൾ മറ്റും ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന പോലുള്ള ശബ്ദം ഉൾപ്പെടെ ആളുകൾ കേട്ടതിന് ശേഷമാണ് ആളുകൾ എഴുന്നേറ്റത്. ചെറിയൊരു ചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു തീവ്രത അതിനില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. വിനേഷ് കുമാറാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. ഏതായാലും പാലക്കാട്, തൃശ്ശൂർ മേഖലകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ ഭൂചലനം എന്നൊക്കെ പറയുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിലും മറ്റുമാണ്, ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിൽ സ്ഥിരമായി ഭൂചലനം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൻ്റെ തീവ്രത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലും മറ്റുമാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലം അത് ശാസ്ത്രജ്ഞരൊക്കെ ഗൗരവമായി കാണുന്നുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്.
മറ്റു വാർത്തയിലേക്ക് പോകണം. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി. നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിന് എതിരാക്കി. ഹൈന്ദവ വിഭാഗത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞുവെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, CPIക്കുള്ളിൽ ഈ പരാജയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. CPMലും പലരും ഇതൊക്കെ പറയാതെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഉള്ള വിലയിരുത്തലുകൾ. കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, നവകേരള സദസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ, ഈ സപ്ലൈകോയിലെ പ്രശ്നങ്ങളുണ്ട്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്, ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി സംഭവിച്ചിട്ടുണ്ട്. അത് ജനം വിലയിരുത്തി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സർക്കാരിനെയും മറ്റും. CPI ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിൽ അത് ഈ തിരുത്തലിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞ ആഴ്ച ചേർന്ന CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രി മാറണം, മുഖ്യമന്ത്രിയുടെ രാജി വേണമെന്ന ആവശ്യം വരെ ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ ചേർന്ന ജില്ലാ കൌൺസിലും കണ്ടത്. രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് പരാജയത്തിന്റെ പ്രധാന കാരണം, ജനങ്ങളെ അകറ്റിയ പ്രധാന കാരണമെന്ന അഭിപ്രായമാണ് നിരവധി പ്രതിനിധികൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി മാറാതെ ഒരു തിരുത്തലിന് കഴിയില്ല, മുഖ്യമന്ത്രി മാറാതെ സർക്കാർ രക്ഷപ്പെടില്ല. മുഖ്യമന്ത്രിക്ക് എതിരെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും തിരിച്ചടിയായെന്ന വിമർശനം ഉയർന്നുവന്നു. സർക്കാരിലെ മറ്റു മന്ത്രിമാരുടെ പ്രവർത്തനത്തെയും സർക്കാരിന്റെ പൊതുവെയും പ്രവർത്തനം വളരെ മോശമെന്ന അഭിപ്രായമാണ് ജില്ലാ കൌൺസിൽ യോഗത്തിൽ ഉയർന്നത്. CPI മന്ത്രിമാർക്കും രൂക്ഷ വിമർശനമുണ്ടായി. മന്ത്രിമാർ പലപ്പോഴും കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ചെയ്ത കാര്യങ്ങളുടെ അടുത്തൊന്നും എത്താൻ, അല്ലെങ്കിൽ ആ നിലവാരത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. കൃഷിമന്ത്രിയുടെ ഓഫീസിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനമാണ്, അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം, സർക്കാരിന്റെയും മുന്നണിയുടെയും അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്നെന്ന് യോഗം കുറ്റപ്പെടുത്തി. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരങ്ങൾ, സദസ്സുകൾ, അത് ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി മാറേണ്ടതായിരുന്നു. പക്ഷേ സംഭവിച്ചത് രാഷ്ട്രീയ ക്യാമ്പയിന് പകരം അതൊരു മത അടിസ്ഥാനത്തിലുള്ള യോഗങ്ങളായി മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച ശേഷം പലപ്പോഴും അവിടെ സംസാരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളായിരുന്നില്ല, പകരം മത നേതാക്കളും മതസംഘടനയുടെ പ്രതിനിധികളുമായിരുന്നു. അതൊരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആക്കി മാറ്റേണ്ടതായിരുന്നു. പകരം അതൊരു മതസംഘടന ക്യാമ്പയിനായി മാത്രം മാറ്റി. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്ന്. അത് എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ഹൈന്ദവ വിഭാഗത്തിലെ, ഈഴവ വിഭാഗത്തെയും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളെയും അകറ്റി. ആ വോട്ടുകൾ BJPയിലേക്ക് വ്യാപകമായി ഒഴുകി. ന്യൂനപക്ഷ വോട്ടുകൾ തിരുവനന്തപുരത്തും പലയിടത്തും, പ്രത്യേകിച്ചും കോവളം നിയമമണ്ഡലങ്ങളിലൊക്കെ പൂർണ്ണമായും UDFിലേക്കാണ് പോയത്. അവിടെ തീരദേശ മേഖലയിലും അതുപോലെ വോട്ടിന്റെ ഒഴുക്ക് UDFിലേക്കായിരുന്നു. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് അതിന്റെ കാരണങ്ങളിലൊന്നായി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, നിയമത്തും മറ്റും യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന ദേശീയ നേതാക്കളുടെ യോഗങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അവിടെ പങ്കെടുത്ത ആളുകൾ എത്രയുണ്ടോ അതിന്റെ 3 ഇരട്ടി വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയാണ് CPM നേതൃത്വം. CPMന്റെ കണക്കുകൾ പലപ്പോഴും ഊതിപ്പെരിപ്പിച്ച കണക്കുകളായിരുന്നു. തിരുവനന്തപുരം ലോക്സഭയിൽ ജയിക്കുമെന്ന കണക്ക് അങ്ങനെ ഉണ്ടായതാണ്. കാരണം ഒരാൾ പങ്കെടുത്താൽ ആ കുടുംബത്തിലെ 3 പേരുടെ വോട്ടും ഉറപ്പിച്ച് കൂട്ടിയുള്ള ഒരു കണക്കാണ് നേതൃത്വം, CPM നേതൃത്വവും പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിജയസാധ്യത ചൂണ്ടിക്കാട്ടി നൽകിയത്. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ പിഴവുകളും ചൂണ്ടിക്കാട്ടുന്നു. സപ്ലൈകോ പലപ്പോഴും നഷ്ടത്തിലായത്, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാതായത് ജനങ്ങളെ വലിയ രീതിയിൽ എതിരാക്കി. സാധാരണ ജനങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വകുപ്പാണ്. ആ വകുപ്പിന് മതിയായ പണം നൽകാൻ സർക്കാർ പലപ്പോഴും തയ്യാറാകുന്നില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതുമൊക്കെ വലിയ അതൊന്നും തിരിച്ചറിയാൻ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും ഇടതുമുന്നണിക്ക് ആയിട്ടില്ലെന്നും വിമർശനമുയർന്നു. CPIക്കും എതിരെ ശക്തമായ വിമർശനം. പ്രധാനപ്പെട്ട വിമർശനം രാജ്യസഭാ സ്ഥാനാർത്ഥിത്വമാണ്. PP സുനീറിനെ ആദ്യഘട്ടം മുതൽ പറഞ്ഞു കേട്ടുന്ന പേരായ അതിലേക്ക് വരാം. ഈ ക്ഷേമ പെൻഷൻ, അതായത് സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനെ വിലയിരുത്തും, രണ്ടാം പിണറായി സർക്കാരിനെയും വിലയിരുത്തിയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. കാരണം ഈ ഒരു വലിയ പരാജയത്തിന് ശേഷം ഇത്തരത്തിൽ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ പ്രകടനം, അതിപ്പോൾ CPMന്റെ ആയാലും CPIയിലെ ആയാലും ഒക്കെ മന്ത്രിമാരുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഈ മന്ത്രിമാരുടെ ഒരു പെർഫോമൻസ് ഇല്ലായ്മ, ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിമാർ ജനങ്ങളോട് ഇടപഴകുന്ന കാര്യം, സപ്ലൈകോയുടെ പരാജയം, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, അങ്ങനെ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ
സർക്കാരിന് ജലം വിലയിരുത്തി എന്ന് തന്നെയാണോ CPI പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നും വ്യക്തമാകുന്നുണ്ടോ? CPM അല്ലെങ്കിൽ CPI ഇടതുപക്ഷം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച പലവിധമായ കാര്യങ്ങൾ, ഈ ന്യൂനപക്ഷ പ്രകടനമൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണല്ലോ. CAA വിഷയങ്ങളൊക്കെ ചർച്ചയാക്കിയതാണ്. ഇതൊന്നും ജനങ്ങൾ അംഗീകരിച്ചില്ല. പകരം ഈ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരൊക്കെ പറയുന്നത് പോലെ ജനം കണ്ടതും കേട്ടതും അവർ വോട്ട് കുത്തിയതും ഈ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണോ വിലയിരുത്തൽ? പൂർണ്ണമായും ആ രീതിയിലുള്ള ചർച്ചകളാണ് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിലും ഇന്നലെ ചേർന്ന ജില്ലാ കൗൺസിലിലും ഒക്കെ ഉണ്ടായത്. പൊതുവിൽ ഇതൊരു തിരുവനന്തപുരം ജില്ലയിലെ മാത്രം ഒരു വിമർശന രീതിയല്ല. പലയിടത്തും ഇത്തരത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ CPIയുടെ പ്രാദേശിക ഘടകങ്ങൾ, ജില്ലാ ഘടകങ്ങൾ വരെ വിലയിരുത്തുന്നത്. സംസ്ഥാന കൗൺസിലിലേക്ക് എത്തുമ്പോൾ എങ്ങനെ അത് മാറുമെന്ന് കണ്ടറിയണം. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ശക്തമായ വിമർശനം ഉയർന്നു വന്നിരുന്നു. സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന വിമർശനം സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഉയർന്നു വന്നതാണ്. CPIയുടെ ജില്ലാ നേതൃത്വങ്ങളിൽ അതിരൂക്ഷ വിമർശനം ഇത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. പൊതുവിൽ സർക്കാർ പരാജയമാണ്, മന്ത്രിമാർ പരാജയമാണ്. കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ പ്രകടനത്തിനടുത്തേക്ക് ഇന്നും എത്താൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കഴിയുന്നില്ല. വലിയ പ്രതീക്ഷകളോട് അധികാരത്തിൽ സർക്കാരാണ്. എന്നാൽ പ്രതീക്ഷകൾ കാക്കാൻ സർക്കാർ കഴിയുന്നത് സമ്പൂർണ്ണമായ ഒരു പൊളിച്ചെടുത്ത് വേണമെന്ന അഭിപ്രായമാണ് CPIയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ ഉയർന്നത്. ഒരു കാര്യം, ഇത് CPIയുടെ നേതൃത്വങ്ങൾ മാത്രമല്ല, CPMന്റെ പാർലമെന്റ് തല കമ്മിറ്റികളിൽ പോലും, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന പാർലമെന്റ് തല യോഗങ്ങൾ, പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. ചിലയിടത്തൊക്കെ അങ്ങനെ വരുന്ന വിമർശനങ്ങൾ നേതാക്കൾ ഇടപെട്ട് അത് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് മയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ മണ്ഡലം കമ്മിറ്റി CPMന്റെ ചേരുമ്പോൾ സമാനമായ വിമർശനമാണ്. അതവിടെ അന്ന് ആ റിപ്പോർട്ട് വെച്ച ആനാവൂർ നാഗപ്പൻ ഭരണവിരുദ്ധ വികാരം അല്ല തിരിച്ചടിക്ക് കാരണമെന്ന് റിപ്പോർട്ടിൽ എഴുതി ചേർത്ത ആ റിപ്പോർട്ടാണ് വായിച്ചത്. വലിയ എതിർപ്പോടുകൂടി, വലിയ അമർഷത്തോടു കൂടിയാണ് അവിടെ നേതാക്കൾ, മണ്ഡലം കമ്മിറ്റി നേതാക്കൾ അതിനെ തിരുത്തി പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എത്ര ഒളിച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് ശരിയല്ല. അതിനെ തുറന്നു കാട്ടുക തന്നെ വേണമെന്ന അഭിപ്രായപ്പെട്ട ഏരിയ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര ഒളിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയാലും, സംസ്ഥാന കമ്മിറ്റിക്ക് ഭരണവിരുദ്ധ വികാരമല്ല ആറ്റിങ്ങലിലെ പരാജയ കാരണമെന്ന് റിപ്പോർട്ട് നൽകിയാലും തിരികെ അവിടെ നിന്ന് ചർച്ച ചെയ്ത് ഇത് വീണ്ടും ജില്ലാ കമ്മിറ്റിയിലേക്കും മണ്ഡലം കമ്മിറ്റിയിലേക്കും വരുമ്പോൾ ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചർച്ച ചെയ്യും, ഈ പ്രശ്നങ്ങൾ തുറന്നു കാട്ടപ്പെടണം എന്ന അഭിപ്രായമുള്ളവരും CPMൽ പോലുമുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്. എറണാകുളത്ത് അത്തരം ചർച്ചകൾ ഉയർന്നു വന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി താഴെത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ, നേതാക്കൾക്കിടയിൽ, ജില്ലാ തലം വരെയെങ്കിലുള്ള നേതാക്കൾക്കിടയിൽ അങ്ങനെ വലിയ വികാരം ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ മേൽ കമ്മിറ്റികളിലേക്ക് പോകുമ്പോൾ അത് ഏത് തരത്തിൽ വരുമെന്നാണ് അറിയേണ്ടത്. അത് അവിടെയാണ് തിരുത്തപ്പെടേണ്ടത്. അത്തരം തിരുത്തലിന് CPMും CPIയും ഒക്കെ തയ്യാറാകുമോ എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരുന്നത്. പ്രധാനം ഈ വിമർശനങ്ങൾ എല്ലാ യോഗങ്ങളിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുമ്പോൾ തന്നെ CPMന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ദേശീയ നേതാക്കളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. PB അംഗങ്ങളുടെയൊക്കെ സാന്നിധ്യമുണ്ട്. മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട് ഭരണവിരുദ്ധമല്ല, പക്ഷേ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഘടകകക്ഷികൾക്ക് ബോധ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അവിടെ എങ്ങനെ തിരുത്തൽ എന്നുള്ളതാണല്ലോ അതിനോട് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ഇതേ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കൂടി നേരിടാനുള്ള ആരോഗ്യം ഇടതുപക്ഷ സംവിധാനത്തിനുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സും ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം തുടർഭരണം നൽകിയ ഒരു മുഖ്യമന്ത്രിയാണ്. പക്ഷെ രണ്ടാം ഭരണം ഈ തരത്തിലായി എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ എന്ത് നടപടി സ്വീകരിക്കും? ഈ വിമർശനങ്ങൾക്കപ്പുറം ഈ വിമർശനങ്ങൾ ഒതുങ്ങുമോ? പ്രാക്ടിക്കലായി എന്തെങ്കിലും പോംവഴിയിലെ കാര്യങ്ങൾ നീങ്ങുമോ? കേന്ദ്ര നേതൃത്വമെങ്കിലും ഇതിന് മുൻകൈ എടുക്കുമോ എന്നതും പ്രധാനമാണല്ലോ. തീർച്ചയായും അത്തരം ചർച്ചകൾ തന്നെയാകും ഇന്ന് ആരംഭിക്കുന്ന CPMന്റെ നേതൃയോഗങ്ങളിൽ ഉണ്ടാവുക. ഇന്ന് നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. ഈ 3 ദിവസങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിശദമായ അവലോകനം നടക്കും. മണ്ഡലം കമ്മിറ്റികൾ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളും സംസ്ഥാന സമിതി അംഗങ്ങളും AK സെക്രട്ടറി നേരിട്ട് അവരെ വിളിച്ചു വരുത്തി സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. സാധാരണ മണ്ഡലം കമ്മിറ്റിയുടെ റിപ്പോർട്ട് പകരം ജില്ലാ സെക്രട്ടറിമാരാണ് റിപ്പോർട്ട് നൽകുന്നത്. പക്ഷേ ഇത്തവണ മണ്ഡലം കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ ആ രീതിയിൽ അത് പലരും നേരിട്ടെത്തി ആ റിപ്പോർട്ട് കൈമാറിയിട്ടുമുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കങ്ങളിൽ ചർച്ചയുണ്ടാകും. വലിയ തിരുത്തൽ വേണമെന്ന അഭിപ്രായം പാർട്ടി ശക്തമാണ്. കേന്ദ്ര സർക്കാരിനെതിരായ, മോദി സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി, കോൺഗ്രസിന് അനുകൂലമായി, അതാണ് ഇവിടെ തിരിച്ചടി ഉണ്ടായെന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ജനങ്ങൾക്കിടയിലില്ല, അങ്ങനെ എല്ലാം ഒലിച്ചു പോകുമെന്ന ആശങ്ക വേണ്ട എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും അങ്ങനെയല്ല പാർട്ടിയിൽ കാര്യങ്ങൾ. കൃത്യമായ ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് നേതൃത്വം
തിരിച്ചറിയുന്നു. എം വി ഗോവിന്ദന്റെയും സീതാറാം യെച്ചൂരിയുടെയും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടിന്റെയും ഒക്കെ വാക്കുകൾ അത് വ്യക്തമാണ്. എല്ലാ തലങ്ങളിലുമുള്ള തിരുത്തൽ വേണം, എല്ലാ തലങ്ങളിലുള്ള പരിശോധന വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിങ്ങിലും ഇന്നും അതുപോലെ സംസ്ഥാന കമ്പനിമാർ റിപ്പോർട്ടിങ്ങിലുമൊക്കെ അത്തരം ഒരു പരാമർശം ഉണ്ടാകുമോ? ഭരണവിരുദ്ധ വികാരമാണ് മോദി സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതൃപ്തി മാത്രമല്ല, സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, എതിർവികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. അവിടെ തിരുത്തൽ വേണമെന്ന് പറയാൻ CPMന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജില്ലാ തലങ്ങളിൽ വരെ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന കാര്യങ്ങൾ ഉറപ്പിക്കുന്നു. അത്തരം വിമർശനങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ആരാണ് ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രധാന കാരണക്കാരൻ? ഭരണത്തിന്റെ നേട്ടം മുഖ്യമന്ത്രിക്കാണെങ്കിൽ അവിടെ കോട്ടമുണ്ടാകുമ്പോഴും തിരിച്ചടി ഉണ്ടാകുമ്പോഴും അതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയല്ലേ എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായും CPMന്റെ നേതൃത്വങ്ങൾ ഉയർന്നു വന്നാൽ അവിടെ വലിയൊരു തിരുത്തലിന് കളമൊരുങ്ങും. ഒരുപക്ഷെ മുഖ്യമന്ത്രി മാറിക്കൊണ്ട് തിരുത്തലാകില്ല. അത് അത്ര എളുപ്പമല്ല. CPM മുഖ്യമന്ത്രി മാറിക്കൊണ്ടുള്ള ഒരു തിരുത്തൽ മുഖ്യമന്ത്രിക്ക് പകരക്കാരനെ കണ്ടെത്തുകയും എളുപ്പമല്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മാത്രം അങ്ങനെ മാറ്റപ്പെടാൻ പറ്റുന്ന ആളുമല്ല പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിന്റെ സമീപനങ്ങളിലും ശൈലികളിലും മന്ത്രിമാരുടെ ഇടപെടലുകളും എങ്കിലും തിരുത്തലുണ്ടാകുമോ? ഭരണത്തിൽ പാർട്ടി കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുമോ, നിയന്ത്രണം കൊണ്ടുവരുമോ എന്ന കാര്യങ്ങളാകും അറിയേണ്ടത്. ഏതായാലും പ്രാദേശിക ഘടക ജില്ലാ തലങ്ങൾ വരെ ഉണ്ടാകുന്ന ഈ വികാരം അതേപടി മേൽത്തട്ടിലേക്കും പ്രതിഫലിച്ചാൽ ഒരുപക്ഷെ CPMൽ വലിയ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകും, വലിയ നയസമീപനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് എത്തരത്തിലുണ്ടാകുമെന്നതാണ് കേന്ദ്ര നേതൃത്വവും അത്തരം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി മാറ്റുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയിൽ വലിയ പൊളിച്ചെഴുത്തുകൾ വേണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിലടക്കമുണ്ട്. കാരണം കേന്ദ്ര CPM നേതൃത്വം അവസാന പ്രതീക്ഷയെ കാണുന്ന, പച്ചത്തുരുത്തായി കാണുന്ന ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ അവിടെ ഈ രീതിയിൽ പോകുന്നത് കേന്ദ്ര നേതൃത്വത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ CPM ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന PB അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഇടപെടലുകളും വളരെ നിർണായകമാകും. കേന്ദ്ര കമ്മിറ്റി യോഗം ഈ ആഴ്ച അടുത്ത ആഴ്ച ചേരാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കും. ഇന്നും നാളെയും നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഏറ്റവും നിർണായകം. അതിനുശേഷം സംസ്ഥാന സമിതി യോഗങ്ങൾ 3 ദിവസം, 5 ദിവസത്തെ വിശാലമായ നേതൃയോഗമാണ് CPM വിളിച്ചിട്ടുള്ളത്. അവിടെ നടക്കുന്ന ചർച്ചകൾ, അവിടെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ CPMന്റെ സർക്കാരിന്റെ മുന്നോട്ട് പോക്കിന് വളരെ നിർണായകമായി മാറുമെന്ന് ഉറപ്പാണ്. ഏത് തലം വരെ, ഏതറ്റം വരെ തിരുത്തലിന്, മാറ്റത്തിന് CPM തയ്യാറാകുമെന്ന് ഈ ദിവസങ്ങളിൽ അറിയാം. അതാണ് സാഹചര്യം. ഏതായാലും LDFനുള്ളിൽ അസ്വാരസ്യങ്ങൾ, പൊട്ടിത്തെറികൾ അത് ഉള്ളിലെങ്കിലും ഉണ്ട്, പുറത്തു വരുന്നില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ, ഭരണത്തിനെതിരെ, മന്ത്രിമാരുടെ പ്രകടനത്തിനെതിരെയൊക്കെ വലിയ വികാരം ഉണ്ടാകുന്നു. CPIയുടെ ജില്ലാ കൗൺസിലിൽ സംഭവിച്ചതാണ്. ഇനി സംസ്ഥാന കൗൺസിലിലേക്ക് വരുമ്പോൾ സംസ്ഥാന തലത്തിൽ ഏത് തരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും CPI എന്നുള്ളതും പ്രധാനമാണ്. നമുക്ക് ചില പ്രേക്ഷകർ നമ്മുടെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈവിന് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഗാലറിയിൽ ഇരുന്ന് ഗോളടിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. കേന്ദ്രം കേരളത്തെ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമായി അംഗീകരിച്ചാൽ മതി, ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് ബിനോയ് ഇല്ലിക്കൽ എന്ന ഒരു പ്രേക്ഷകൻ ഇതിൽ കമൻറ്റ് ചെയ്യുന്നത്. കാരണം കേന്ദ്രമാണ് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണല്ലോ ഇടതുപക്ഷ ഹാൻഡിലുകളുടെ ഒരു പ്രതികരണം. അതുതന്നെയാണ് ബിനോയ്ക്കും പറയാനുള്ളത്. രാജൻ VP പറയുന്നത് മുഖ്യനെ ഉടൻ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ നൽകുന്നുണ്ട്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. അതും ഏറെ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വാഹനം ഇടിച്ച് തെറിപ്പിച്ചു. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് പോലീസുകാരനെ ഇടിച്ചിട്ടത്. ഇയാളുടെ മകൻ അളനാണ് വാഹനം ഓടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം, ഇത്തരത്തിലൊരു അപകടം, ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. അത് ഈ അപകടം അത് സംഭവിച്ചത് ഇയാൾ ഒളിവിലാണ്. ഈ അഭിലാഷിന്റെ വാഹനമാണ്. അഭിലാഷ് ഒളിവിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഗതിയിലേക്ക് പോയത്. വിനേഷിലേക്ക് ഒന്ന് പോകണം. വിനേഷ്, നമുക്ക് ആദ്യം ഈ പോലീസുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിൽ സംഭവിച്ച ഒരു അപകടമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് വിനേഷ്? രഞ്ജിത്ത്, ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഗുരുതരമല്ല, പരിക്ക് ഗുരുതരമല്ല. SI വാഹനം ഇടിച്ചിട്ട ശേഷം കടന്നു പോവുകയായിരുന്നു. കുന്നംകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് SI പ്രവേശിച്ചിട്ടുള്ളത്. ആവശ്യമെങ്കിൽ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം
തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്കോ മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും. എന്തായാലും ഈ 4 പേരടങ്ങുന്ന സംഘമാണ് തൃത്താലയിൽ ഇന്നലെ പരിശോധനയ്ക്ക് എത്തിയിരുന്നത്. വാഹനം ദുരൂഹ സാഹചര്യത്തിൽ കാണുകയും അങ്ങനെ ഈ വാഹനത്തിന് കൈ കാണിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ വാഹനം ഈ പോലീസിന് നേരെ എടുത്ത് SIയെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്ത ശേഷം കടന്നുപോയത്. എന്തായാലും വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. രാത്രിയിൽ പരുതൂർ മംഗലത്താണ് ഈ സംഭവം നടക്കുന്നത്. അതായത് തൃത്താലയിലെ പരുതൂർ മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ മുമ്പും ഇതുപോലെ തന്നെ പ്രധാനമായും നമുക്കറിയാം ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ള കവർച്ച സംഘങ്ങളുടെയും ഒരു കേന്ദ്രമാണ്. അതായത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും നമുക്കറിയാം ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ഉൾപ്പെടെ പല ഈ ചെർപ്പുളശ്ശേരിയുമായി കണക്ഷനുള്ള കുറെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെല്ലാം തന്നെ സ്ഥിരമായി കടന്നു പോകുന്ന വഴികളൊക്കെയാണത്. എന്തായാലും അത്തരത്തിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, ഇത് മറ്റേതെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. എന്തായാലും ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പ്രതികൾ വലയിലാവും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതെങ്ങനെയായിരുന്നു ഈ സംഭവം? രാത്രികാല വാഹന പരിശോധന നടക്കുകയായിരുന്നു എന്നറിയാം. ഈ വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. യുവാക്കളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസുകാർ കാണുന്നു, അടുത്ത് ചെല്ലുന്നു. തുടർന്ന് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനുശേഷം വാഹനം പിന്നീട് കണ്ടെടുക്കുന്നു. ഇതിനിടയിൽ പോലീസുകാരന് പരിക്കേൽക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റെന്തെങ്കിലും ദുരൂഹതകൾ സംശയിക്കണോ ഇതിൽ? ഈ തൃത്താലയിലെ ഗ്രേഡ് SI ആയ ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ഇവിടെ രാത്രി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വാഹനം. അതിനിടയിലാണ് ഇവർക്ക് ഈ പരുതൂർ മംഗലത്ത് സംശയാസ്പദമായി ഈ കാർ കാണുകയും അങ്ങനെ ഈ കാറിന്റെ അടുത്തേക്ക് ഇവർ നീങ്ങുന്നതിനിടയിൽ ഇത് വാഹനം മുന്നോട്ട് എടുക്കുകയും തുടർന്ന് പോലീസ് ഈ വാഹനത്തിന് നേരെ കൈ കാണിച്ചു എന്നാണ് പറയുന്നത്. കൈ കാണിച്ചതും വാഹനം വെട്ടിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. പോലീസിനെ കണ്ട് വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് ഇത് വെട്ടിച്ച് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. പിന്നീടാണ് ഈ വെട്ടിച്ച് കൊണ്ടുപോയ ശേഷം പോലീസിന് നേരെ പോലീസ് വീണ്ടും വാഹനം തടയാനുള്ള ശ്രമം നടത്തിയപ്പോൾ SIയെ ഇടിച്ചു തെറിപ്പിച്ചാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. അങ്ങനെയാണ്. എന്തായാലും പരിക്കേറ്റ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അത്ര പരിക്കുകൾ ഉണ്ടെങ്കിൽ പോലും അത്ര ഗുരുതരമല്ല. ഗുരുതരമായ ഏതെങ്കിലും രീതിയിൽ വീണ്ടും വിദഗ്ധ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഒരുപക്ഷെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തൃശ്ശൂരിലേക്കോ മറ്റോ മാറ്റേണ്ടി വരിക എന്നാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. എന്തായാലും അദ്ദേഹത്തെ കൂടാതെ മറ്റ് 3 പേർ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് പിടി ഏറ്റിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ സംഘത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ സംഘത്തിന് മറ്റേതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പുകളോ മറ്റോ ഉണ്ടായിരുന്നോ, എന്തായിരുന്നു അവിടെ വാഹനം ദുരൂഹ സാഹചര്യത്തിൽ നിർത്തിയിരുന്നത് അതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി പോലീസിന് കിട്ടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി, ഏതായാലും SIയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. തൃത്താലയിൽ വെച്ചാണ് ഈ ദുരൂഹമായ സംഭവം ഉണ്ടായത്. വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഞാങ്ങാട്ടേരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് എന്നാണ് ദിനേശ് പറയുന്നതനുസരിച്ച്. പോലീസുകാർക്ക് പലവിധ സംശയങ്ങളുണ്ട്. കാരണം ഈ മേഖലയൊക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികം അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കണം. അത് പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമാകും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരിക എന്നുള്ളതാണ്. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. അത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ടു എന്നുള്ളതാണ്. കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെയും മകൻ ജിൻസിന്റെയും വീടാണ് കത്തിച്ചത്. അന്നക്കുട്ടിയും ചെറുമകളെയും മരുമകൻ പെട്രോൾ ഒഴിച്ച് നേരത്തെ തീ വെച്ചിരുന്നു. ഇവർ 2 പേരും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിനിടയിലാണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. സ്റ്റാലിൻ, ഈ മരുമകൻ തന്നെയാണ് അല്ലേ ഇത് ചെയ്തതെന്നല്ലേ പോലീസിന്റെ നിഗമനം? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. പക്ഷേ എങ്കിലും അത്തരത്തിലൊരു സ്ഥിരീകരണത്തിന് ഇനിയും സമയമെടുക്കും. കാരണം ഈ മരുമകനെ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അന്ന് കഴിഞ്ഞ 6-ാം തീയതി വ്യാഴാഴ്ചയാണ് ആദ്യത്തെ ഈ സംഭവം നടക്കുന്നത്. അന്നക്കുട്ടിയെയും അതുപോലെ തന്നെ ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം ഇയാൾ അവിടുന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ വിവരം. അതനുസരിച്ച് ഇടുക്കി പോലീസ് ഒരു 5 ദിവസക്കാലം തമിഴ്നാട്ടിൽ പോയി അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ ആരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെതിരെ നാട്ടുകാരും വലിയ പ്രകോപിതരായിരുന്നു. ഈ സമയത്താണ് ഇന്നലെ രാത്രി, പ്രത്യേകിച്ച് പുലർച്ചെ 4 മണിയോടെ അന്നക്കുട്ടി താമസിച്ചിരുന്ന വീടും അതുപോലെ തന്നെ ഇളയ മകൻ ലെൻസിന്റെ വാടക വീട്ടിലുമാണ് ഇന്നിപ്പോൾ അഗ്നിക്കിരയായിരിക്കുന്നത്. ഏതായാലും പുലർച്ചെ 5 മണിയോട് കൂടി ആ പ്രദേശത്ത് നിന്നൊരു
മറ്റ് വേസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റി നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരാൾ ഉണ്ട്. അദ്ദേഹം ഇവിടുന്ന് പോകാൻ പറഞ്ഞ സമയത്ത് ഈ വീടിന്റെ ഭാഗത്തെത്തിയപ്പോഴാണ് തീ പടർന്നതായി കാണുന്നത്. ഉടൻ തന്നെ നാട്ടുകാരെ അറിയിച്ച് നാട്ടുകാർ ചേർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെ അറിയിക്കായിരുന്നു. എന്തായാലും ഒരു വീടിന്റെ കാര്യമായ ക്ഷതമേറ്റില്ല. എന്നാൽ ഈ ലിൻസ് എന്ന് പറയുന്ന മകൻ താമസിക്കുന്ന രണ്ടാമത്തെ വീടിന്റെ വാടക വീടിന്റെ ഈ ഒരു മുറി ഉൾപ്പെടെ അതിനകത്ത് 3/4 കത്തി നശിച്ചു. ഏതായാലും ഇയാളെ തന്നെയാണ് പോലീസും നാട്ടുകാരും ഒക്കെ സംശയിക്കുന്നത്. എന്നാൽ ഇയാൾ അവിടെ വന്നു ചാടാനുള്ള ഒരു സാഹചര്യവും വളരെ കുറവാണ്. നാട്ടുകാരെല്ലാം പ്രബോധരാണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഇയാളെ കണ്ടുകിട്ടിയാൽ നാട്ടുകാർ തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഇയാൾക്ക് അവിടെ വരാൻ. എങ്കിലും ഇയാൾ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഏതായാലും പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് തീ കെടുത്തി. പിന്നെ ഈ 2 വീടുകളിലും ആളുകൾ താമസമില്ലായിരുന്നു. അത് വലിയ ഭാഗ്യമായി പോയി. കാരണം ഇത് കോട്ടയം മെഡിക്കൽ കോളേജില് അന്നക്കുട്ടി ചികിത്സയിൽ കഴിയുന്നതുകൊണ്ട് മക്കൾ എല്ലാവരും അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് മറ്റ് ആളപായങ്ങൾക്കും ഇടയായില്ല. രഞ്ജിത്ത്, ഈ നേരത്തെ ഈ സംഭവത്തെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ സ്റ്റാലിൻ? ഇവർ രണ്ടുപേരെയും ഈ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സംഭവം എങ്ങനെയായിരുന്നു? അതിനുള്ള പ്രകോപനം എന്തായിരുന്നു? ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? രഞ്ജിത്ത്, ആദ്യം തന്നെ ആരോഗ്യനിലയെ കുറിച്ച് പറയാം. അതായത് ഈ അന്നക്കുട്ടി ഈ എന്ന് പറയുന്ന വയോധികയ്ക്ക് കാര്യമായി പൊള്ളലേറ്റിരുന്നു. എന്നാൽ പൊള്ളലിനേക്കാൾ ഉപരിയായി അപ്പോൾ അവിടെ തീപിടുത്തം ഉണ്ടായപ്പോൾ വിഷവായു ശ്വസിച്ചതിന്റെ ഫലമായിട്ട് ആണ് ഇപ്പൊ കൂടുതൽ ഇത് ഗുരുതരാവസ്ഥ തുടരുന്നത്. എന്തായാലും അവര് എപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മുമ്പിലത്തെ വ്യാഴാഴ്ച, അത് 6-ാം തീയതിയാണ് ഈ സംഭവം. അന്ന് മുതൽ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ കോട്ടയത്ത് തുടരുകയാണ്. അന്ന് ഈ 6-ാം തീയതി ഉച്ചയ്ക്ക് 3:30-ക്ക് ശേഷം ഈ മരുമകൻ നിരപ്പേൽ സന്തോഷ് എന്ന് പറയുന്ന മരുമകൻ അവിടെ എത്തുന്നത്. കയ്യിൽ കരുതുന്ന പെട്രോളുമായിട്ട് അകത്ത് കയറി. ഇവർ ഈ വാടക വീട്ടിലായിരുന്നു. ഈ അന്നക്കുട്ടിയും ഇളയ മകനും ഒരു വാടക വീട്ടിലാണ്. ആ വീട്ടിലേക്കാണ് കയറി വന്നത്. ഏകദേശം 3:30 മണി സമയത്താണ്. ഈ സമയത്ത് ഈ ലിൻസ് എന്ന് പറയുന്ന ഇളയ മകന്റെ കുട്ടി, 2 വയസ്സുള്ള ദിയ എന്ന് പറയുന്ന കുട്ടി ഈ അന്നക്കുട്ടിയുടെ മടിയിലിരിക്കുന്ന സമയത്താണ് കയറി ചെന്ന് മറ്റു യാതൊരു പ്രകോപനമില്ലാതെ നേരെ ചെന്ന് പെട്രോൾ ഒഴിച്ചിട്ട് തീ വെച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അന്ന് നാട്ടുകാർ കൂടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇവർക്ക് വലിയ തോതിൽ പൊള്ളലേറ്റു. മറ്റ് ഏറെ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ കുട്ടിക്കും പരിക്കേറ്റിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവരെ കോട്ടയം വീടുകളിലേക്ക് മാറ്റുകയും ചെയ്തു. അതുമുതൽ ആ വീട്ടിൽ ഇപ്പോൾ നിലവിൽ ആരും താമസിക്കുന്നു. ഈ മരുമകൻ നിരപ്പേൽ സന്തോഷ് എന്ന് പറയുന്ന ആളുടെ രണ്ടാമത്തെ ഭാര്യയാണ് ഈ അന്നക്കുട്ടിയുടെ മകള്. അവര് പ്രിൻസി എന്നാണ് പേര്. പ്രിൻസി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. പ്രിൻസിയുമായിട്ടുള്ള തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിന്റെ പിന്നിലേക്ക്, ഈ സംഭവത്തിന് പിന്നിലെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക സഹായം, പ്രത്യേകിച്ചും പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ എപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവിനും മറ്റ് കുട്ടിക്കുമൊക്കെ ആദ്യത്തെ വിവാഹത്തിലുള്ള ഒരു കുട്ടിയുണ്ട് പ്രിൻസിക്ക്. അവരെ നോക്കുന്നതും ഈ അന്നക്കുട്ടി തന്നെയാണ്. അപ്പം ഈ അവർക്കൊക്കെ പണം കൊടുക്കുമ്പോഴും ഇയാൾക്ക് കാര്യമായി പണം കൊടുക്കുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപം അവിടെ ഇയാൾക്കുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഇവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഫോണിൽ കൂടിയൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു വൈരാഗ്യത്തിലാണ് അന്നക്കുട്ടിക്ക് പണം കൊടുക്കുന്നു, മാതാവിന് പണം കൊടുക്കുന്നു എന്നുള്ള ആ ഒരു വൈരാഗ്യം കൂടിയാണ് ഇത്ര പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയാണ് നമുക്ക് പോലീസിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് പ്രാദേശികമായി നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, ഇതാണ് ഇടുക്കിയിലാണ് ഈ സംഭവം ഉണ്ടായത്. മരുമകൻ തീയിട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസും അടക്കം വിശ്വസിക്കുന്നത്. എന്നാൽ ഇയാൾ ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റു വാർത്തയിലേക്ക്. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളായ 2 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും പായിപ്പാട് സ്വദേശി ഷിബുവിൻ്റെയും സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ്റെ സംസ്കാരം നാളെയാണ്. തിരുവല്ല മേപ്രാൾ സ്വദേശി തോമസ് സി ഉമ്മൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ജി ശ്രീത്തുണ്ട് കോട്ടയത്ത്, ശശിനാരായണൻ തിരുവല്ലയിലുണ്ട്. ശശിനാരായണൻ, ഈ തിരുവല്ല സ്വദേശി പോൾ തോമസ് സി ഉമ്മൻ, അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളാണ് ഇന്ന് നടക്കുക എന്ന് മനസ്സിലാകുന്നു. എന്താണ് വിവരങ്ങൾ? ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്നോ? നാട് അതിൻ്റെ വല്ലാത്തൊരു ദുഃഖത്തിലാണല്ലോ സ്വാഭാവികമായി. രഞ്ജിത്തെ, ഇന്ന് തോമസ് വി ഉമ്മന്റെ സംസ്കാര ചടങ്ങാണ് നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് തോമസ് വി ഉമ്മന്റെ
മൃതശരീരം പുഷ്പഗിരി ആശുപത്രിയിൽ നിന്നും ബസ്സിലെത്തിച്ചത്. ഇന്നലെ 4 മണി മുതൽ പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്ന് 2 മണിയോടുകൂടി മേപ്പാർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുപോലെ തന്നെ കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ഷജു വർഗീസിന്റെ സംസ്കാരം നാളെയാണ് ഉണ്ടാവുക. തിങ്കളാഴ്ച നാളെ 1 മണിക്ക് വീട്ടിൽ മൃതദേഹം എത്തിക്കും. തുടർന്ന് 2 മണിക്ക് കോന്നി അട്ടച്ചാക്കൽ സെന്റ് തോമസ് മർത്തോമ ചർച്ചിലും ഷജു വർഗീസിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. കീഴ്വായ്പൂർ സ്വദേശി ശിവൻ എബ്രഹാമിന്റെ സംസ്കാരവും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആണ് നടക്കുക. കീഴ്വായ്പൂർ സെന്റ് തോമസ് മർത്തോമ ചർച്ചിലാണ് മൃതദേഹം സംസ്കരിക്കുക. രാവിലെ 8 മണിക്ക് പൊതുദർശനായി മൃതദേഹം വീട്ടിലെത്തിക്കും. തുടർന്ന് ഈ വീട്ടിലെ ചടങ്ങുകൾക്കും ശുശ്രൂഷയ്ക്കും ശേഷം 2:30 കീഴ്വായ്പൂർ സെന്റ് തോമസ് മർത്തോമ ചർച്ച് നടക്കും. മല്ലപ്പള്ളി മാസൻ ആശുപത്രിയിലാണ് ശിവൻറ്റി എബ്രഹാമിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ 3 പേരാണ് കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് 3 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കേണ്ടത്. ഇന്ന് തോമസ് ബി ഉമ്മന്റെ സംസ്കാര ചടങ്ങുകൾക്കും നാളെയാണ് മറ്റ് 2 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ജി ശ്രീത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീത്ത്, കോട്ടയത്ത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുന്നുണ്ട്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ആളുകൾ കോട്ടയം സ്വദേശികളായ 2 പേരുടെയാണ്. തിത്താനം സ്വദേശി ശ്രീഹരി, പായിപ്പാട് സ്വദേശി ഷിബു എന്നിവരുടെ ചടങ്ങുകൾ ഇന്നുണ്ട്. എപ്പോഴേക്കാണ് ചടങ്ങുകൾ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, 2 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. 2 മണിക്കും 2:30ക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം 2 മണിക്കും പായ്പാട് സ്വദേശി ഷിബു വർഗീസിന്റേത് 2:30ക്കും നടക്കും എന്നാണ്. പായ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് ഈ സംസ്കാര ചടങ്ങുള്ളത്. ശ്രീഹരിയുടേത് വീട്ടുവളപ്പിലാണ്. 2 പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെയാണ് വീട്ടിലേക്ക് എടുക്കുക. ഏതാണ്ട് 9 മണിക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഷിബു വർഗീസിന്റെ മൃതദേഹമുള്ളത്. ഇവിടെ തുരുത്തിയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ശ്രീഹരിയുടെ മൃതദേഹം ഉള്ളത്. ഈ 2 മൃതദേഹങ്ങളും വന്ന സമയത്ത് ബന്ധുക്കൾ മൃതദേഹങ്ങൾ കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി അടുത്ത ബന്ധുക്കൾ എത്തിയിരുന്നു. സ്റ്റെഫിന്റെ സംസ്കാരം കൂടി കോട്ടയത്ത് ബാക്കിയുണ്ട്. അത് നാളെയാണ്. നാളെ പാമ്പാടിയിൽ തന്നെയായിരിക്കും സംസ്കാരം എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കേന്ദ്രമന്ത്രി ഈ ജോർജ് കുര്യൻ ഇന്ന് ഈ മരണമടഞ്ഞവരുടെ വീടുകളിൽ എത്തുന്നുണ്ട്. അത് സംസ്കാരത്തിന് മുൻപ് എത്തുമെന്നാണ്. 11 മണിക്കും 12 മണിക്കും വിവിധയിടങ്ങളിൽ എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വലിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. വളരെ ദുഃഖകരമായ സാഹചര്യം തന്നെയാണ് ഈ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ളത്. ശ്രീഹരിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നാട്ടിലുള്ള ഒരാൾ കൂടിയാണ്. തൊട്ടടുത്ത് 3 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ കൂടി ബാക്കിയാക്കിയാണ് ഷിബു വർഗീസ് യാത്രയാകുന്നത്. ഷിബുവിന്റെ ബന്ധുവിന്റെ സംസ്കാരം, അതായത് ചെങ്ങന്നൂർ സ്വദേശിയും ഇന്ന് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചിരുന്നു. ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് ഈ സ്ഥലത്ത് തന്നെ, ഇതിന് തൊട്ടടുത്ത് തന്നെ താമസിച്ചിരുന്ന ആളാണ്. അദ്ദേഹമാണ് ശ്രീഹരിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. അങ്ങനെ പല ഈ ബന്ധുക്കളൊക്കെ തന്നെയും അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും 9 മണിയോടുകൂടി മൃതദേഹം വീടുകളിലേക്ക് എത്തിക്കും. രഞ്ജിത്ത്, ശ്രീത്തും ശിശാരായണുമാണ്. കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ മലയാളികളുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. കോട്ടയത്തും പത്തനംതിട്ട ജില്ലയിലുമായി 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും എന്നുള്ളതാണ്. മറ്റു വാർത്തയിലേക്ക് പോകണം. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം ജൂലൈ 31-നകം നടപ്പിലാക്കണമെന്നുള്ള സിനഡ് സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കും. എന്നാൽ വിഭാഗീയത രൂക്ഷമായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം പള്ളികളിലും സർക്കുലർ വായിക്കില്ലെന്നാണ് സൂചന. കുർബാനാക്രമം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് വൈദികരുൾപ്പെടെയുള്ള ഒരു വിഭാഗത്തിന്റെ ആരോപണം. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാകാത്ത വിധത്തിലാണ് പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി സഭയിലെ ഈ വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു തലം? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് ഈ സർക്കുലർ പള്ളികളിൽ വായിക്കും എന്നുള്ളതാണ്. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം ജൂലൈ 3-നകം നടപ്പിലാക്കണം എന്നാണ് ആവശ്യമുള്ളത്. ഇതിനുള്ള സിനഡിന്റെ സർക്കുലർ ഉണ്ട്. അത് പള്ളികളിൽ വായിക്കും. വിഭാഗീയത എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബഹുഭൂരിപക്ഷം പള്ളികളിലും വഹിക്കില്ല. കാരണം അവിടെ വലിയ വിഭാഗീയതയാണ്. അവർ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും സംഭവിക്കാത്ത അല്ലെങ്കിൽ അനുവദിക്കാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും അല്പസമയത്തിനകം. വളരെ പെട്ടെന്നിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.
പരസ്യമായി തന്നെ നേതാക്കൾ പങ്കുവച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ പരാജയം വരുമ്പോഴും മുഖ്യമന്ത്രിയല്ലേ കാരണക്കാരെന്ന പൊതു സംശയമാണ് സമൂഹത്തിൽ ഉയരുന്നത്. മുഖ്യമന്ത്രി മാറില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സമീപനങ്ങളിലും ശൈലിയിലെങ്കിലും മാറ്റം തയ്യാറാകുമോ, അത്തരം മാറ്റം വേണമെന്ന ആവശ്യം നേതൃത്വങ്ങൾ ഉയർന്നു വരുമോ എന്നാണ് അറിയേണ്ടത്. കേന്ദ്ര നേതൃത്വം വളരെ പ്രാധാന്യത്തോടെ കാണുകയാണ് കേരളത്തിലെ ഈ പരാജയം. വലിയ ആശങ്കയോടുകൂടി കേന്ദ്ര നേതൃത്വം കാണുകയാണ്. ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം കൂടി നേരത്തെ സംസ്ഥാനത്തെ പാർട്ടി കാര്യങ്ങളിൽ സംഘടനാ കാര്യങ്ങളിൽ എടുത്തതിനപ്പുറത്തേക്കുള്ള ഒരു ജാഗ്രതയോടുള്ള സമീപനം കേന്ദ്ര നേതൃത്വം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനുമുണ്ട്. നാളെ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ സമീപനങ്ങൾക്കെതിരെ പാർട്ടി യോഗങ്ങളിൽ വിമർശനമുണ്ടാകുമെന്നതൊക്കെ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. ഭാരതമാതാവാണ് ഇന്ദിരാഗാന്ധിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് കെ കരുണാകരനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കെ കരുണാകരന്റെയും പത്നി കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചനയും നടത്തി. പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം മുരളീ മന്ദിരത്തിൽ എത്തിയാണ് പുഷ്പാർച്ചന നടത്തിയത്. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ലീഡർ ശ്രീ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മോർണിംഗ് വെബ് തുടരുകയാണ്. ഡാനി പോളിലേക്ക് പോകണം. ഡാനി, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം പള്ളികളിലും സർക്കുലർ വായിക്കില്ല എന്ന് അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരു തരത്തിലുള്ള സമവായത്തിനും തയ്യാറല്ലോ അവരൊന്നും, അല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം നാളിതുവരെയായി ഈ വിഷയത്തിൽ യാതൊരു രീതിയിലുള്ള സമവായത്തിനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ഉള്ള ഒരു വലിയ വിഭാഗം, വിവിധ വിഭാഗം ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാടുകൾ. ഇവർ ഈ പല കാലങ്ങളിലായി എതിർത്തു വരികയാണ്. അതുകൊണ്ട് തന്നെയും ജൂലൈ 3 മുതൽ തന്നെ ഇത്തരം ഒരു പ്രാബല്യത്തിലേക്ക് ഏകീകൃത കുർബാന വരണം എന്ന് പറയുന്ന ഈ നിർദ്ദേശം അത് നടപ്പാക്കില്ല എന്നത് മാത്രവുമല്ല, ഈ ഒരു നിർദ്ദേശം അടങ്ങുന്ന സർക്കുലർ അത് വായിക്കുകയില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. വായിക്കുകയില്ല എന്നതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്ന് പള്ളികളിൽ പ്രതിഷേധമുണ്ടാകും. രാവിലെ 10:30 സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിൽ ഈ സിനഡിന്റെ ഈ സർക്കുലർ കത്തിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിഷേധം അത്ര കണ്ട് ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. ഏതാണ്ട് 357ഓളം ഇടവകകൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്. 5 ലക്ഷത്തിലധികം വിശ്വാസികൾ ഈ അതിരൂപതയിൽ മാത്രം വരും. അതുകൊണ്ട് വലിയ രീതിയിലൊരു വിശ്വാസ സമൂഹമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത്. ഈ ഒരു കാലത്തും സീറോ മലബാർ സഭയിൽ ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഒരു സമവായത്തിലേക്ക് നീങ്ങാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞിട്ടുമില്ല. മറ്റു രൂപതകളിലും അതിരൂപതകളിലുമെല്ലാം ഈ ക്രമീകരണം നടപ്പാക്കുകയും അത് തുടർന്നു പോവുകയും എല്ലാം ചെയ്യുമ്പോൾ ഔദ്യോഗിക പക്ഷത്തോട് എന്നും എതിർത്ത് നിൽക്കുന്ന ഒരു നിലപാട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയൊരു വിഭാഗം വൈദികരും വിശ്വാസികളും തുടരുകയാണ്. അത് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കർശനമായ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അതിരൂപത നേതൃത്വമടക്കം സിറോ മലബാർ നേതൃത്വമടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വലിയ വിഷയങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. വലിയ വിഷയത്തിലേക്ക് അങ്കമാലി അതിരൂപതയിലെ ഈ സിറോ മലബാർ സഭയിലെ തർക്കം പോകുന്നു എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം പള്ളികളിലും ഇത് വായിക്കില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുകയുമാണ്. എന്ത് നടപടി സ്വീകരിക്കും സിനഡടക്കം എന്ന കാര്യത്തിൽ ഇനി കാത്തിരുന്ന് കാണണം. പാലക്കാട് മണ്ണാർക്കാട് കൊമ്പംകുണ്ട് കോളനിയിലെ 17 ആദിവാസി കുടുംബങ്ങൾ നരകയാതനയിൽ. കൈവശരേഖയില്ലാത്ത ഭൂമിയിലെ തകർന്നു വീഴാറായ വീടുകളിൽ അന്തിയുറങ്ങുന്നത് കുട്ടികൾ ഉൾപ്പെടെ 85 മനുഷ്യരാണ്. ദുരിതങ്ങളുടെ പെരുമഴക്കാലത്ത് ശുചിമുറി പോലുമില്ലാത്ത വീടുകളിൽ കഴിയുന്ന ആദിവാസികളോട് കനിവ് കാട്ടാതെ സർക്കാരും മുന്നോട്ട് പോകുന്നു. തെൻകര പഞ്ചായത്തിലെ കൊമ്പംകുണ്ട് കോളനിയിൽ മുടുകർ വിഭാഗത്തിൽപ്പെട്ട 17 കുടുംബങ്ങളാണ് ദുരിതങ്ങളുടെ നടുവിൽ. ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വീടുകൾ. ചുമരിടിഞ്ഞു വീണ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മഴക്കാലത്താണ് ഒരു കുടുംബം മാറി താമസിച്ചത്. ശുചിമുറിയും ശുദ്ധജലവും അപ്രാപ്യമാണ്.
മലയിറങ്ങിയാലേ ഒരു തുള്ളി വെള്ളം കിട്ടുകയുള്ളൂവെന്ന അവസ്ഥ. ആരെങ്കിലും വിളിച്ചാ പോണം, അല്ല വേറൊരു പണിയില്ല. പിന്നെ ഈ പഞ്ചായത്ത് പണിക്ക് കിട്ടുമ്പോ എടുക്കും. അവരോടൊക്കെ ചോദിക്കുമ്പോ അവരൊക്കെ വിവരമുള്ള ആൾക്കാരല്ലേ, ഒന്നും തരണ്ടേ, തന്നാലല്ലേ മേടിക്കാനാവുള്ളൂ. എനിക്കും എന്റെ മകന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നടക്കണില്ല. കൊറൊക്കെ ഞാൻ പറയുന്നുണ്ടോ എല്ലാരോടക്കും കൊണ്ടുപോകാൻ ആരും സ്വീകരിക്കണില്ല. അതാണ് എനിക്ക്. അതിന്റെ തന്തയില്ല, അച്ഛൻ മരിച്ച കൊല്ലങ്ങളായി. എന്റെ കുട്ടികളെ ഞാനും നോക്കണുള്ളൂ, വേറെ ആരുമില്ല. കേസുള്ളതിനാൽ ഭൂമിക്ക് കൈവശരേഖയില്ലാത്തതിനാൽ ലൈഫിൽ വീട് അനുവദിക്കാനാവില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. നികുതി സ്വീകരിക്കുന്നില്ലെങ്കിലും റേഷൻ കാർഡുണ്ട്. സാങ്കേതിക ന്യായം നിരത്തി സർക്കാർ കേന്ദ്രങ്ങൾ കൈയൊഴിയുമ്പോൾ പെരുമഴയെത്താവുന്ന മണ്ണിന്റെ മക്കൾ. അത് ഞങ്ങൾ കുറേയൊക്കെ അപേക്ഷകളൊക്കെ കൊടുത്താണ് അവർ ശരിയാക്കി തരുന്നില്ല. മെമ്പർമാരോടൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചതാണ്. ഇന്നത്തെ വരെ അത് കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഇത് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് മാത്രം. ഇതിന് അടിപ്പെട്ടായ നീതിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാത്തത് അവരുണ്ടാക്കി തരുന്നുമില്ല. ശരിയാക്കി തരാൻ ഇങ്ങനെ പറച്ചിലുണ്ട്, അവർ ശരിയാക്കി തരുന്നില്ല. കോളനിയിലെ ദൈവപ്പുര നിലംപൊത്തിയിട്ട് വർഷങ്ങളായി. വീടുകളൊന്നും യാതൊരു വിധത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നുമില്ല. ഭൂമി സംബന്ധമായ വ്യവഹാരം നീണ്ടുപോകയാൽ കോളനിയിലുള്ളവരെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിയിലേക്ക് അധികൃതർ കടന്നതുമില്ല. എന്താ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ. പക്ഷെ പോകാനും പറ്റില്ല. പറഞ്ഞ ഇവിടുത്തെ പണ്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ കാരണം ഇവിടുന്ന് പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. എന്നാലും പോകാൻ കുറച്ച് മടിയുണ്ട്. പറഞ്ഞ മുത്തശ്ശിമാരൊക്കെ ഇവിടെ ഉള്ളത് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ പോകാൻ പറഞ്ഞാലും പോകാനൊന്നും പറ്റില്ല. ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കോടികൾ ചെലവഴിക്കുന്ന നാട്ടിലാണ് അധസ്ഥിത വിഭാഗം ദുരിത വഴിയിൽ കിടക്കുന്നത്. ആദിവാസി ചരിത്രത്തോളം പഴക്കമുണ്ട് അവർക്കെതിരെയുള്ള നീതി നിഷേധവും. കാലമേറെ കഴിഞ്ഞിട്ടും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കൈവശ ഭൂമിയിൽ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന കുറെ മനുഷ്യരെയാണ് ഞങ്ങൾ ഇവിടെയും കണ്ടത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ബയോ മൈനിംഗ് പുരോഗമിക്കുകയാണ്. 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങളാണ് ഇതുവരെ സംസ്കരിച്ചത്. BPCLന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റും പൂർത്തീകരിക്കുന്നതോടെ മാലിന്യ സംസ്കരണത്തിൽ ബ്രഹ്മപുരം പുതിയ അധ്യായമാകുമെന്നാണ് പ്രതീക്ഷ. ഈ ദൃശ്യങ്ങൾ ആരു മറന്നാലും കൊച്ചി നിവാസികൾ മറക്കില്ല. കാരണം തീപിടുത്തത്തിന്റെ ദുരിതമത്രയും കൊച്ചിയും പരിസര പ്രദേശങ്ങളും ദീർഘനാൾ ഏറ്റുവാങ്ങിയതാണ്. കൊച്ചിയിലെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ബയോ മൈനിംഗ് പദ്ധതിയിലൂടെ മുഖം മിനുക്കുകയാണ്. ഇനിയൊരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ. ബയോ മൈനിങ്ങിലൂടെ 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിച്ചു. 4 ലക്ഷത്തിനടുത്ത മെട്രിക് ടൺ മാലിന്യങ്ങൾ സ്റ്റെബിലൈസേഷൻ നടപടികൾ പൂർത്തിയാക്കി. 1360 ലോഡ് ബയോ മൈനിംഗ് വേസ്റ്റുകൾ സിമന്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയച്ചു. പ്ലാന്റിലേക്കുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് പകരം നവീകരിച്ച പുതിയ റോഡ് വന്നു. പ്ലാസ്റ്റിക് മലയിൽ എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാകുമോ എന്ന് നിരീക്ഷിക്കാൻ വാച്ച് ടവറും സ്ഥാപിച്ചിട്ടുണ്ട്. 3000 മെട്രിക് ടൺ മാലിന്യങ്ങൾ വരെ സംസ്കരിക്കാനുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒന്ന്. 2, നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിങ്ങൾ കണ്ടതാണ് ഇനിയൊരു തീപിടുത്തം, പ്ലാസ്റ്റിക്കിന്റെ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരൊറ്റ പ്ലാസ്റ്റിക് മല പോലും ബ്രഹ്മപുരത്ത് അവശേഷിക്കുന്നില്ല എന്നാണ് എനിക്ക് വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളെ കൺമുന്നിൽ നിങ്ങളുടെ വീഡിയോ ക്യാമറകളിൽ നിങ്ങൾ കണ്ടതാണ്. ഭൂമിയുടെ മേലുള്ള ഏതാണ്ട് മുഴുവൻ പ്ലാസ്റ്റിക്കും ഇവിടെ നിന്ന് മിക്കവാറും നമ്മൾ മാറ്റിക്കഴിഞ്ഞു. മൂന്നാമത് എനിക്ക് പറയാനുള്ള പോയിന്റ്, ഇത്തവണ നമ്മൾ ഇതിന്റെ ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ, അതായത് എത്ര ലെഗസി വേസ്റ്റ് ഉണ്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ നിങ്ങൾ കയറി വരുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആദ്യത്തെ ബയോമൈനിങ് കമ്പനി ആ 2 സൈഡും മാത്രമായിരുന്നു ബയോമൈൻ ചെയ്തിരുന്നത്. ഷെഡുകൾ ഉണ്ടായിരുന്നു.
അതായത് ഞാനും കൂടി കൗൺസിലറായിരുന്ന പ്രൊഫസർ മെഴ്സി വില്യംസിന്റെ, അദ്ദേഹം അന്ന് കൗൺസിലറാണ്, കാലത്ത് പണിത ബ്രഹ്മപുരത്തെ പഴയ പ്ലാന്റിന്റെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ട്. നിങ്ങൾ ബ്രഹ്മപുരം ഫയറിന്റെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അന്ന് ആ റൂഫിന്റെ എല്ലാം മുകളിൽ, അതായത് താഴെ മുതൽ മുകളിലേക്കെല്ലാം പൈൽസ് ഓഫ് ഗാർബേജ് ആയിരുന്നു. അപ്പൊ അതുകൂടി നമ്മൾ ഇത്തവണത്തെ ബയോമൈനിങ്ങിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. മാലിന്യ സംസ്കരണത്തിനായുള്ള ബ്ലാക്ക് സോൾട്ട് GS ഫ്ലൈ എന്ന പട്ടാളപ്പുഴു പ്ലാന്റുകളും സജ്ജമാണ്. കൊച്ചി കോർപ്പറേഷൻ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് 50 ടൺ ശേഷിയുള്ള 2 പ്ലാന്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനിയൊരു തീപിടുത്തം ഉണ്ടാകില്ല എന്ന ആശ്വാസത്തിലും വിശ്വാസത്തിലുമാണ് കൊച്ചി നഗരം. ന്യൂസ് 18 കൊച്ചി. വിവിധ കേന്ദ്ര സർക്കാർ സർവീസുകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷ ഇന്ന് നടക്കും. സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യഘട്ടമാണ് നടക്കുക. 3 ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ 61 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 23,666 പേർ പരീക്ഷ എഴുതും. പരീക്ഷ കണക്കിലെടുത്ത് വിപുലമായ യാത്രാ ക്രമീകരണങ്ങളാണ് KSRTC ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷാ കേന്ദ്രങ്ങൾക്കനുസരിച്ച് ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ സർവീസുകളാണ് KSRTC ഏർപ്പെടുത്തിയത്. യുക്രൈൻ സമാധാന ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ തുടങ്ങി. ഉക്രൈനിലെ തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായാണ് ഉച്ചകോടി. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടിയിരുന്നു. 90 രാജ്യങ്ങളിലെയും ആഗോള സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. അർബുദം സ്ഥിരീകരിച്ചതിന് ശേഷം ബ്രിട്ടനിലെ വെയിൽസ് രാജകുമാരി കെയ്റ്റ് മിഡിൽട്ടൺ ആദ്യമായി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ബ്രിട്ടനിലെ ചാൾസ് രാജാവിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായ മിലിറ്ററി പരേഡിലാണ് കെയ്റ്റ് മിഡിൽട്ടൺ പങ്കെടുത്തത്. 3 കുട്ടികൾക്കൊപ്പമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. 3 മാസങ്ങൾക്ക് മുൻപാണ് 42-കാരിയായ രാജകുമാരിക്ക് അർബുദബാധ സ്ഥിരീകരിക്കപ്പെടുകയും കീമോതെറാപ്പിക്ക് വിധേയമാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ക്രിസ്മസിന് ശേഷം അവർ ഒരു പൊതുപരിപാടികളിലും പങ്കെടുത്തിരുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസും സംഘവും ബഹിരാകാശ നിലയത്തിലെത്തിയത്. ഇവർ എത്തിയതിന് പിന്നാലെ പുതിയ വാർത്ത വരുന്നു. മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് വാർത്ത. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസിനും മറ്റ് 8 അംഗങ്ങൾക്കും ഭീഷണി ഉയർത്തി ബഹിരാകാശ നിലയത്തിൽ സ്പേസ് ബഗിനെ കണ്ടെത്തി. മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എൻഡറോബാക്ടർ ബുഗൻജെൻഡൻസിസ് എന്ന ഈ ബാക്ടീരിയ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നവയാണ്. ഇവയെ സൂപ്പർ ബഗ് എന്നും വിളിക്കാറുണ്ട്. സ്പേസ് ബഗ് ബഹിരാകാശത്ത് ഉണ്ടാകുന്നവയല്ല, മറിച്ച് അവ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോകുന്ന സഞ്ചാരികൾക്കൊപ്പമാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേരുന്നത്. ബഹിരാകാശ നിലയത്തിലെ അടച്ചിട്ട അന്തരീക്ഷത്തിനുള്ളിൽ ഇവ കൂടുതൽ ശക്തി ആർജിച്ചിട്ടുള്ളതായി ശാസ്ത്രജ്ഞർ പറയുന്നു. ജൂൺ 6-നാണ് പുതിയ ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ സുനിതയും സഹപ്രവർത്തകനായ ബഹിരാകാശ യാത്രികൻ ബാരി യൂജിൻ ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. പുതിയ ബഹിരാകാശ പേടകം രൂപകൽപ്പന ചെയ്യാൻ സുനിത സഹായിച്ചിരുന്നു. സൂപ്പർ ബഗിനെ കണ്ടെത്തിയതിനാൽ ഭൂമിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള ഭ്രമണപഥത്തിലുള്ള ലബോറട്ടറിയിൽ സുനിത വില്യംസ് ഒരാഴ്ചയോളം സമയം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ബഹിരാകാശ നിലയത്തിലുള്ള 7 മറ്റംഗങ്ങൾ ദീർഘകാലമായി അവിടെ തുടരുന്നവരാണ്. സാധാരണ നിലയിൽ ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്നും മൈക്രോ മെറ്റോറൈറ്റുകളിൽ നിന്നുമാണ് ബഹിരാകാശ നിലയത്തിൽ ആശങ്ക നിലനിൽക്കുന്നത്. ബഹിരാകാശ യാത്രികർക്കൊപ്പം സഞ്ചരിച്ച് കഴിഞ്ഞ 24 വർഷമായി ബഹിരാകാശ നിലയത്തിൽ സാന്നിധ്യമുറപ്പിച്ചിരിക്കുന്ന ഈ സൂപ്പർ ബഗുകൾ ഇപ്പോൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം ബഹിരാകാശ നിലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഈ ബുഗൻജെൻഡൻസിസ് എന്ന ബാക്ടീരിയൽ സ്പീഷീസിന്റെ വകഭേദങ്ങളെക്കുറിച്ച് പഠനം നടത്തിയതായി നാസ പറഞ്ഞു. മരുന്നുകളെ പ്രതിരോധിക്കുന്ന ഈ ബാക്ടീരിയയുടെ 13 വകഭേദങ്ങൾ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർതിരിച്ചതായി നാസ അറിയിച്ചിട്ടുണ്ട്. ബഹിരാകാശ നിലയത്തിൽ വെച്ച് രൂപമാറ്റം സംഭവിച്ച ഈ ബാക്ടീരിയ ജനിതകപരമായും പ്രവർത്തനപരമായും അവയുടെ ഭൂമിയിലെ വകഭേദങ്ങളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തി. ബഹിരാകാശ നിലയത്തിലെ മറ്റ് സൂക്ഷ്മാണുക്കൾക്കൊപ്പം ഇവ സഹകരിച്ച് നിലനിന്നിരുന്നതായും പഠനത്തിൽ കണ്ടെത്തി. യുഎസിലെ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ഡോക്ടർ കസ്തൂരി വെങ്കടേശ്വരനാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. നാസയിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ചെന്നൈയിലെ അണ്ണാമലൈ സർവകലാശാലയിലാണ് മറൈൻ മൈക്രോബയോളജി പഠിച്ചത്. 2023-ൽ കലാമിയെല്ല പിയേഴ്സോണി എന്ന പേരിലുള്ള പുതിയൊരു മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബഗിനെ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഈ ബഗിന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേരിടുകയായിരുന്നു.
ബഹിരാകാശ യാത്രികർ ബഹിരാകാശ ദൗത്യങ്ങളിൽ സവിശേഷമായ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഈ സൂക്ഷ്മാണുക്കൾ ചെലുത്തുന്ന സ്വാധീനം വിലയിരുത്തുന്നതിന് ബഹിരാകാശ നിലയത്തിലെ സൂക്ഷ്മജീവികളുടെ സ്വാധീനം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹിരാകാശ നിലയത്തിലെ പരിമിതമായ ചികിത്സാ സൗകര്യങ്ങളും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മകളുമായി കേരളത്തിൽ നാളെ ബലിപ്പെരുന്നാൾ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാനിൽ നാളെ ആയിരിക്കും പെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ബലിപ്പെരുന്നാൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകന് പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചു. ഇതാണ് വിശ്വാസികൾ ബലിപ്പെരുന്നാളായി ആഘോഷിക്കുന്നത്. ഇടവേള.